കാക്ക ആ പിള്ളേർക്ക് ഒരു ഐസ് കൊടുക്കുക, അതിന്റെ പൈസ ഞാൻ തരാം. കളികളെ സുഖല്ലേ? ഒരു ചപ്പാത്തിയാണ്. 20 ഞാൻ തരാണ്ടായിരുന്നു. ആയിക്കോട്ടെ, ശരി. പണിയൊക്കെ ഉണ്ടല്ലേ? എന്താ ചെക്കന്റെ കോലം. പെരക്കാരെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് മുടിയും താടിയൊക്കെ വളർത്തിങ്ങാണ്ട് കണ്ണി കണ്ട മാതിരി വൃത്തിട്ട ലെവലിൽ നടക്കണ ഈ സ്വഭാവം ഒന്ന് നിർത്താൻ പറഞ്ഞൂടാ അവനോട്. നിങ്ങൾക്ക് അവനെ അറിയാഞ്ഞിട്ടാണ് എനിക്കൊരു പ്രശ്നം വന്നത്. ഈ നാട്ടിലുള്ള ഒരു പെർമാണിയും ഉണ്ടായിട്ടില്ല. ഓന്റെ ഒരൊറ്റ കോളുകൊണ്ടാണ് ആ പ്രശ്നം എടുത്ത് ഇതാക്കിയത്, ഒഴിവായത്. നിങ്ങൾക്കൊരു പ്രശ്നം വന്ന് നിങ്ങളൊരു മോന്റെ ഒരു വിഷയം വന്നിട്ട് നിങ്ങളെ പെരേരെയും കൂടി അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നിങ്ങളറിയില്ല. അത് അവന് മുഖാന്തരം ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ടല്ല നിങ്ങൾ അറിഞ്ഞത്. ഞാൻ അറിയണേ അത് നിങ്ങൾക്ക് അറിയാനായിട്ടാണ്. ഓരോരോ വ്യക്തികളെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരോ രൂപം കാണുമ്പോൾ വിചാരിക്കും അവരങ്ങോട്ട് ഫുള്ള് കുറ്റക്കാരനാക്കിയിട്ട് നിർത്തുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല വരുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ മനസ്സുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പോഴേ നമുക്ക് ആ വ്യക്തിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. ആ ജസ്മൽക്ക സുഖമാണല്ലേ? എന്താ ഇവിടെ? വന്നതാണ് കാര്യമൊക്കെ പറഞ്ഞു. ആ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാണാൻ വേണ്ടി നിൽക്കായിരുന്നു. പ്രാർത്ഥിക്കണം. എന്താ നിങ്ങളൊന്ന് അവനെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ മുടിയും താടിയൊക്കെ വെച്ച് അവനൊന്ന് ക്യാൻസർ പേഷ്യൻറ്റിന് മുടി ഡൊണേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വന്നത്. നന്മ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. എന്നാലും ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി പറഞ്ഞു. എനിക്ക് അവനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ അറിയാതെ പോയി. ഇപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലായി. അവൻ ഒരുപാട് സഹകരണമായിട്ടുണ്ട്. ആയിക്കോട്ടെ, ശരി. ഡോക്ടർ കാത്തിക്കണം.